നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെ മെച്ചപ്പെടുത്താം എന്ന ഡോക്ടർ ജോ ഡിസ്പെൻസറിയുടെ പോഡ്കാസ്റ്റിൻ്റെ 4ാമത്തെ പാട്ടാണിത്. ഡോക്ടർ ജോ ചോദിക്കുന്നു, നിങ്ങൾ ദിവസത്തിൽ എത്ര സമയം നെഗറ്റീവായാണ് സ്വയത്തോട് സംസാരിക്കുന്നത്? എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് എത്ര പ്രാവശ്യം നിങ്ങൾക്ക് തോന്നാറുണ്ട്? നിങ്ങൾ വിജയത്തിന് അർഹനല്ല. ജീവിതത്തിൻ്റെ നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി റിസർവ് ചെയ്യപ്പെട്ടതാണ്, നിങ്ങൾക്ക് വേണ്ടിയല്ല. ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ എത്ര പ്രാവശ്യം ഉണ്ടാകാറുണ്ട്? എനിക്കറിയാം, നിങ്ങളിൽ അധികം പേർക്കും ഈ പ്രശ്നമുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ഈ നെഗറ്റീവായിട്ടുള്ള സംഭാഷണം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും നിങ്ങളുടെ ഓവറോൾ ജീവിതത്തെയും വളരെയധികം മോശമായ ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പാറ്റേൺ ആണ്. ഈ പാറ്റേണെ ഇല്ലാതാക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഞാൻ വളരെ ഒരു നല്ല കാര്യം പറയാം. അതായത് ഈ പാറ്റേണിനെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആരംഭിക്കാൻ സാധിക്കും. നമ്മുടെ മസ്തിഷ്കത്തിൽ മിക്കപ്പോഴും നെഗറ്റീവായ വിചാരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. എത്രത്തോളം കൂടുതൽ നെഗറ്റീവായ വിചാരങ്ങളുണ്ടോ അത്രത്തോളം ലിമിറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളെ ആകർഷിക്കുന്നു. മാനസികമായ ഒരു ഭിത്തി നെഗറ്റീവ് വിചാരങ്ങളാൽ നിർമ്മിക്കപ്പെടുന്നു. ഇത് സഹജമായി സമ്പത്തിനെയും സമൃദ്ധിയെയും ആകർഷിക്കുന്നതിൽ നിന്ന് തടയുന്നു. അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെ പ്രതി തീർച്ചയായും അവെയർ ആകണം. നിങ്ങൾ ഇത്തരത്തിലുള്ള വാചകങ്ങൾ എത്ര പ്രാവശ്യം ഉപയോഗിക്കുന്നു? എനിക്കിത് ചെയ്യാൻ കഴിയില്ല, ഇതിന് ഞാൻ അർഹനല്ല, എനിക്ക് ശക്തിയില്ല. ഇത്തരത്തിലുള്ള വാചകങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് നിങ്ങളുടെ ആത്മീയ ശക്തിയെ ഇല്ലാതാക്കുന്ന ഒരു ചക്രത്തെ സൃഷ്ടിക്കുന്നു. ഈ ചക്രത്തെ ബ്രേക്ക് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം വീണ്ടും പറയുന്നു. നമ്മുടെ മസ്തിഷ്കം വീണ്ടും വീണ്ടും പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയുകയാണെങ്കിൽ അത് സത്യമാണെന്ന് മസ്തിഷ്കം വിശ്വസിക്കുകയും അത്തരത്തിലുള്ള സാഹചര്യത്തെ കൂടുതലായി ആകർഷിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കുറവുകളെപ്പറ്റി കൂടുതൽ സംസാരിക്കുകയും കൂടുതലായി പറയുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കുറവുകളെയാണ് ആകർഷിക്കുന്നത്. നിങ്ങൾക്ക് സമൃദ്ധിയെ കാണാൻ സാധിക്കില്ല. അവിടെ കാണാൻ കഴിയാത്ത ഒരു മതിൽ സൃഷ്ടിക്കപ്പെടുകയും നിങ്ങൾ ഈ സൃഷ്ടിയുടെ കുറവുകളുടെ റിയാലിറ്റിയുടെ ആഴത്തിലേക്ക് മുങ്ങിപ്പോവുകയും ചെയ്യുന്നു. സമൃദ്ധിയുടെ റിയാലിറ്റിയെ കാണാൻ സാധിക്കാതെ വരും. ഇതാണ് പറയുന്നത് വാക്കുകളുടെ ശക്തി. നിങ്ങൾ എപ്പോഴാണ് എനിക്ക് ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഞാൻ അർഹനല്ല എന്ന് പറയുന്നത്, അപ്പോൾ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് വരുന്ന സമൃദ്ധിയുടെ മുൻപിൽ വാതിൽ കൊട്ടിയടയ്ക്കുകയാണ്. മാത്രമല്ല, ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാക്കുകൾ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയിൽ മാത്രമല്ല, പകരം ജീവിതത്തിൻ്റെ മറ്റു മേഖലകളിലും നെഗറ്റീവായ പ്രഭാവമുണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള നെഗറ്റീവ് വിചാരങ്ങൾ സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിലും സുഹൃത്ത് ബന്ധങ്ങളിലും നെഗറ്റീവായ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്നു. നിങ്ങൾക്കുണ്ടാവുന്ന ആത്മവിശ്വാസത്തിൻ്റെ കുറവ് പുതിയ സാധ്യതകളെ കാണുന്ന ദൃഷ്ടികോണിൽ മാറ്റം വരുത്തുന്നു. എപ്പോഴാണോ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കാത്തത്, നിങ്ങൾക്ക് മുൻപിൽ വരുന്ന സാധ്യതകളെ കണ്ടുകൊണ്ടും കാണാതിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടാകുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുന്ന സാധ്യതകളെ കണ്ടുകൊണ്ടും കാണാതിരിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ തന്നെ നിർമ്മിച്ച ഒരു വേലിക്കെട്ടിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ തന്നെ നിർമ്മിച്ച ആന്തരിക സംഭാഷണങ്ങളുടെ വേലിക്കെട്ടിൽ നിന്നും പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സീരീസ് പൂർണ്ണമായും കാണുക. വളരെ ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം, പക്ഷേ ഓരോ പ്രാവശ്യവും നെഗറ്റീവ് വിചാരങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകുമ്പോൾ നിങ്ങൾ ആ ഒരു നിമിഷം ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വിചാരങ്ങളെ പോസിറ്റീവ് വിചാരങ്ങൾ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന നെഗറ്റീവ് വിചാരം നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോൾ നിങ്ങൾ അവയെ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അത് ചെയ്യാൻ കഴിയും, എനിക്കത് ചെയ്യാൻ കഴിയും, എനിക്ക് വിജയിക്കാൻ കഴിയും എന്ന വാക്യം പറയുക. ഞാൻ സമൃദ്ധിയെ ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ഈ വാക്യം പറയുന്നതിലൂടെ നിങ്ങളുടെ മസ്തിഷ്കം മറ്റൊരു രീതിയിൽ പ്രോഗ്രാം ചെയ്യപ്പെടും. അപ്പോൾ നിങ്ങളുടെ മസ്തിഷ്കം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. നിങ്ങളുടെ മസ്തിഷ്കത്തെ പ്രോഗ്രാം ചെയ്ത് കൂടുതൽ സമ്പത്ത് ആകർഷിക്കാൻ പഠിപ്പിക്കുന്ന ഈ സീരീസിൻ്റെ അടുത്ത വീഡിയോ കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.